അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. രാഹുൽ കുറേ ദിവസങ്ങളായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അത് രാഷ്ട്രീയ ഗോദായിൽ വലിയ ആക്ഷേപമായി ഉയർത്തുന്നു. പക്ഷേ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതല്ലാതെ രേഖാമൂലം ഇന്നേ വരെ പരാതി നൽകാൻ രാഹുൽ തയ്യാറാകുന്നതുമില്ല. അതിലൊക്കെ കൃത്യമായ മറുപടിയാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത്. എങ്ങനെ വിലയിരുത്തുന്നു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? ഈ വായില്ലാത്ത വെട്ടോത്തി കൊണ്ട് വെട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മുറിയണമെന്നില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു വായില്ലാത്ത വെട്ടോത്തിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേര് പറയുന്നത് എന്താണ്, അങ്ങേര് ചെയ്യുന്നത് എന്താണ്, ഇത് വാസ്തവത്തിൽ അങ്ങേർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇലക്ടറൽ റോളിൽ അനധിമതരെ കണ്ടെത്താനും ഡബിളിംഗ് കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു എക്സർസൈസ് നടത്തുന്നുണ്ട്. അതിനെ ചുരുക്കപ്പേരിൽ SIR എന്നാണ് അറിയപ്പെടുന്നത്. അത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനാണ്. ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാനാണ് നടക്കുന്നത്. അതിനെ രാഹുൽ ഗാന്ധി എതിർക്കുന്നു, കോൺഗ്രസ് എതിർക്കുന്നു, ഇടതുപക്ഷം എതിർക്കുന്നു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 64 ലക്ഷം വോട്ടേഴ്സ് ബോഗസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടേഴ്സിനെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, രാഹുൽ പറയുന്നത്, ആ നീക്കം ചെയ്തത് കോൺഗ്രസിന് വേണ്ടി, നീക്കം ചെയ്തത് BJPക്ക് വേണ്ടിയാണ്. അപ്പൊ അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 45 ബോഗസ് വോട്ട്, മിസ്സിംഗ് വോട്ട്, ഡെത്ത് വോട്ട്, ട്രാൻസ്ഫർ വോട്ട്, അങ്ങനെ വേണ്ടപ്പെട്ട രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 ഐഡന്റിറ്റി വെളിപ്പെടുത്താനാവാതെ, കണ്ടെത്താനാവാതെ വീടുകൾ തോറും BLO കയറി ഇറങ്ങി അന്വേഷിച്ച് സ്ക്രൂട്ടനി ചെയ്തപ്പോഴാണ് ഈ 65 ലക്ഷം വെളിയിൽ പോയത്. ഈ 65 ലക്ഷം വെളിയിൽ പോയതിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താ, ഡൽഹിയിൽ പത്രസമ്മേളനം നടന്നത് എന്താ, വോട്ടർ പട്ടികയിൽ ധാരാളം ക്രമക്കേടുണ്ട്, വോട്ടർ പട്ടികയിൽ ഡബിളിംഗ് ഉണ്ട്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് കറക്റ്റാണല്ലോ. കാരണം ഇന്ന് കമ്മീഷൻ പറഞ്ഞത് തോക്ക് വെച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, അതൊന്നും ഇവിടെ നടക്കില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുത്ത നമ്മുടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുകൾ ബംഗ്ലാദേശിൽ നടന്നതായിരിക്കാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. കാരണം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന 3ാം വട്ടവും അധികാരത്തിൽ 60% വോട്ടിന്റെ പിൻബലത്തോടെ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടെ ഒരു അട്ടിമറി ഉണ്ടായത്. ആ അട്ടിമറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടിക തന്നെയായിരുന്നു. അപ്പം ബംഗ്ലാദേശിൽ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അട്ടിമറിക്ക് വേണ്ടി പണം, സോറസ് അട്ടിമറിക്ക് വേണ്ടി പണം ചെലവാക്കുന്നു എന്നും അട്ടിമറി നടത്തുവാൻ പോകുന്നു അല്ലെങ്കിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേ മാതൃകയാണ് ഇപ്പോ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. അതിനിടയ്ക്കാണ് ചില മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വമ്പിച്ച ഉദയം ഉയരുകയാണ്. രാഹുൽ ഗാന്ധി ഉയരുന്നത് കാണുമ്പോൾ നമ്മുടെ നിതീഷ് കുമാറും അതുപോലെ നായിഡുവും മോദിയെ കൈവിടുമോ, അടുത്ത ആയുധ മോദിയെ കൈവിടുമോ. ഇന്നലെ വരെ ഇവര് ഉന്നയിച്ചിരുന്നത് എന്താ, ഇന്നലെ വരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ കുഴപ്പമാണ്. എവിടെ കുത്തിയാലും താമര വരും. എന്തൊരു കഷ്ടം നോക്ക്. എവിടെ കുത്തിയാലും താമര വരും എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 350 സീറ്റ് അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. അപ്പൊ കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ന് എവിടെ കുത്തിയാലും താമര വരുമെങ്കിൽ കർണാടകയിൽ അങ്ങനെ സംഭവിച്ചില്ല, തമിഴ്നാട്ടിൽ അങ്ങനെ സംഭവിച്ചില്ല, ബംഗാളിൽ അങ്ങനെ സംഭവിച്ചില്ല, രാജസ്ഥാനിൽ അങ്ങനെ സംഭവിച്ചില്ല. ഗോപാലകൃഷ്ണൻ പറയുന്നത് അല്ല, അതിനേക്കാൾ ദിവസം ഞാൻ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലൊക്കെ വിടപ്പാ. 2024
ലോക്സഭാ ഇലക്ഷൻ, കാരണം പ്രധാനമന്ത്രിയാവുക എന്നുള്ളതാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒടുങ്ങാത്ത ആഗ്രഹം. അപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ. എവിടെ കുത്തിയാലും താമരയാണെങ്കിൽ ഒരു 400 സീറ്റ് അങ്ങ് അടിച്ചെടുക്കാമായിരുന്നില്ലേ? പറയുന്നതിന് ഒരു ബാലിശമായ ആരോപണമാണ്. ഓരോ പ്രാവശ്യവും ഓരോന്ന് കൊണ്ടുവരും. ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചു കാലം റഫേലിന്റെ പിന്നാലെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചൈനയുടെ ഭൂമി, ഇന്ത്യയുടെ ഭൂമി ചൈന പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിന് എവിഡൻസ് ചോദിച്ചുകൊണ്ടായിരുന്നു. വേറൊരു സമയത്ത് പറഞ്ഞത് ഇന്ത്യയുടെ 5 പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, പാകിസ്ഥാൻ ഇന്ത്യ അടിച്ചു. ഇയാൾ എന്താ പറയുന്നേ? ഇയാൾക്ക് ഭ്രാന്തുണ്ട്. വട്ടെന്നൊക്കെ നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞ വട്ടെന്നൊക്കെ പറയാം. ഈ വട്ട് പറയുന്നത് കേട്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കയ്യടിക്ക് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുക. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താ പറഞ്ഞേ? സമയമുണ്ടല്ലാത്തതിനും. നിങ്ങൾ കരട് രേഖ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? കരട് രേഖയിൽ വന്ന 8000, അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം കരട് രേഖയിൽ ഏതാണ്ട് 28,370 പരാതികൾ ഉയർന്നിരുന്നു. ആ പരാതികളൊക്കെ പരിഹരിച്ചു. അപ്പൊ 5 പ്രാവശ്യം 1 കോടി ജീവനക്കാരും 10 ലക്ഷം ഇവരുമെല്ലാം ചേർന്നിട്ടാണ് 1 കോടി ജീവനക്കാരാണ്. ഈ ജീവനക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജീവനക്കാരല്ലല്ലോ. ഇവരൊക്കെ തന്നെയും അതത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ മന്ദിരത്തിൽ ആകെയുള്ളത് 5 പേര്. അവരെന്നാ പത്രസമ്മേളനം നടത്തിയത്. ബാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ. കർണാടകയിൽ കർണാടകയുടെ സംസ്ഥാന ഗവൺമെന്റ്, കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റിലെ ആൾക്കാർ, അല്ലാണ്ട് ആരെങ്കിലും ആണോ? അല്ല. അപ്പം ഇത്രയേറെ 1 കോടി ജീവനക്കാർ, 10 ലക്ഷം BLO ഓഫീസേഴ്സ്, ഇവരൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഇലക്ഷൻ. ആ ഇലക്ഷനിൽ BJP വിജയിച്ചപ്പോൾ ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. ഒന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്നുള്ളത് അവരുടെ വക്താവ് ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെ അവരുടെ വക്താവ് പറഞ്ഞ എന്താ? 2024 ഇലക്ഷൻ നള്ളിഫൈ ചെയ്യണം. എളുപ്പമായല്ലോ. അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഈവൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ പരാതിപ്പെടാം, കോടതിയിൽ പോവാം. ഇതൊന്നുമില്ല. 1 വർഷം കഴിഞ്ഞു. 2004 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.25 വർഷമായി. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ഇതാണ് തെരഞ്ഞെടുപ്പിൽ കുറെ വോട്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഉദാഹരണം, ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായി. കാരണം ഒരു തലക്കെട്ട് കിട്ടാൻ, ആ തലക്കെട്ടിന് വേണ്ടി മാത്രം ഒരു ചോദ്യം ചോദിച്ചു കേരളത്തിലെയും പ്രമുഖമായ ഒരു ചാനലിന്റെ അവതാരകൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. കാരണം അവർക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ എന്ന്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വീണ്ടും എന്താ പറയാ, തെളിവ് പരിശോധിക്കും എന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളെന്നേരം ആലോചിച്ച് നോക്ക്. 75,000 വോട്ടിന് ജയിച്ച ഒരു മനുഷ്യൻ അവിടെ ഇവിടെ എവിടെങ്കിലും ആയിട്ട് ഡബിളിങ് വോട്ടുണ്ട്. അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇവിടെ വോട്ടുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇവിടെ വന്ന് വോട്ട് ചെയ്തു. വന്നൂന്ന് സുരേഷ് ഗോപിയെ ഇഷ്ടമുള്ള ആളുകൾ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്ന ആളുകൾക്ക് 6 മാസം ഈ തൃശ്ശൂരിൽ വന്ന് ചേർന്ന് നിന്ന് അതിന്റെ രേഖ ഉണ്ടാക്കി വോട്ട് ചെയ്യാം. അതിലെന്താ തെറ്റ്? അവര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക, അപ്പുറത്ത് പോയിട്ട് ആലത്തൂർ വോട്ട് ചെയ്താൽ അത് തെറ്റാണ്. അത് കള്ളവോട്ടെന്ന് പറയും. ഇതിനെ കള്ളവോട്ടെന്ന് പറയാൻ പറ്റുമോ? ഇനി ഇവരുടെ അല്ലാത്ത വേറൊരാളുടെ വോട്ട്, ഇപ്പൊ B. ഗോപാലകൃഷ്ണൻ, ഞാൻ, എന്റെ പേരിൽ വേറൊരാൾ നിങ്ങൾ വോട്ട് ചെയ്താൽ അത് കള്ളവോട്ടാണ്. നിങ്ങളുടെ പേരിൽ ഞാൻ വോട്ട് ചെയ്താൽ അത് കള്ളവോട്ടാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ കള്ളവോട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അപ്പൊ വായി തോന്നുന്നത് പ്രചരിപ്പിക്കുക, വായി തോന്നുന്നത് പറയുക, അതൊക്കെ ഏറ്റുപിടിക്കാൻ വേണ്ടി മലയാളി, ഈ കേരള നാളത്തിലെ കുറെ വൃത്തികെട്ട മാധ്യമങ്ങൾ, എനിക്ക് വളരെ വിഷമം തോന്നുക. ജനം ഒഴിച്ച് വേറൊരു മാധ്യമവും സത്യം പറയാൻ തയ്യാറാവുന്നില്ല. വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ മറുപടിയാണ് രാഹുലിന് നൽകിയത്.